നമസ്കാരം. എല്ലാവർക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ആദ്യ 3 പാദങ്ങൾ തുലാം രാശിയിലും അവസാനത്തെ അല്ലെങ്കിൽ 4ാമത്തെ പാദം വൃശ്ചികം രാശിയിലുമായി വരുന്ന നക്ഷത്രമാണ് വിശാഖം. വ്യാഴദശയിലാണ് ഇവരുടെ ജനനം. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ വ്യാഴമാണ്. ജ്ഞാനം, ദയ, സൽബുദ്ധി, ഗുരുക്കന്മാർ, ഐശ്വര്യം, പൂജ, ദേവന്മാർ തുടങ്ങിയവയുടെ കാരകത്വമുള്ള ഗുരുവിൻ്റെ സ്വാധീനം ഈ നക്ഷത്ര ജാതരിൽ പ്രകടമായി കാണാവുന്നതാണ്. മാത്രമല്ല, തുലാക്കൂറിൽ ജനിച്ചവരിൽ ശുക്രൻ്റെയും വൃശ്ചികക്കൂറിൽ ജനിച്ചവരിൽ ചൊവ്വയുടെയും സ്വാധീനവും ഉണ്ടായിരിക്കുന്നതാണ്. നീതിനിഷ്ഠയും ഈശ്വരഭക്തിയും ഉള്ള ഇവർ മിക്കവാറും തേജസ്വികളും സൗന്ദര്യമുള്ളവരുമായിട്ടാണ് കണ്ടുവരുന്നത്. ഇവർ ഏത് പ്രവൃത്തിയിലേർപ്പെട്ടാലും അർപ്പണബോധത്തോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും. അതിനാൽ തന്നെ ഔദ്യോഗിക രംഗത്ത് വളരെയേറെ ശോഭിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. സാമ്പത്തിക രംഗം, കലാരംഗം, വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നത് ഇവർക്ക് വിജയസാധ്യത ഉണ്ടാക്കുന്നതാണ്. ഇവർക്ക് മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ലഭിക്കേണ്ട അനുഭവങ്ങൾ ഒന്നും ശരിയായ രീതിയിൽ ലഭിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിനാലായിരിക്കും ഇവർ ചെറുപ്പം മുതൽ തന്നെ പരിശ്രമശീലരും സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിൽ പ്രാപ്തരുമാകുന്നത്. ഭാര്യയോടും സന്താനങ്ങളോടും വളരെ സ്നേഹമുള്ളവരാണ് വിശാഖം നക്ഷത്രക്കാർ. ഇവർക്ക് ലഹരി വസ്തുക്കളോട് താല്പര്യമുണ്ടായാൽ അത് നിയന്ത്രിക്കാൻ പ്രയാസമായിരിക്കും. അതിനാൽ ഇവർ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന സ്ത്രീകളുടെ സംഭാഷണവും പെരുമാറ്റങ്ങളുമെല്ലാം വളരെ ഹൃദ്യമായിരിക്കും. കുടുംബഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും ഇവർ വളരെയധികം ശോഭിക്കുന്നതാണ്. തൃക്കേട്ട, പൂരാടം, തിരുവോണം, രോഹിണി, മകം ഈ നാളുകാരുമായുള്ള ഇവരുടെ കൂട്ടുപ്രവർത്തനങ്ങളൊന്നും വിശാഖ നാളുകാർക്ക് ശോഭനമായിരിക്കില്ല. അസുരഗണത്തിൽപ്പെടുന്ന ഇവരുടെ ജനനം വ്യാഴദശയിലാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. വ്യാഴദശയെ തുടർന്ന് ശനി, ബുധൻ, കേതു, ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ ഇങ്ങനെ ദശാകാലങ്ങൾ വരുന്നു. വിശാഖം നക്ഷത്രത്തിൻ്റെ പൊതുഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഓരോരുത്തരുടെയും ഗ്രഹനിലയിലെ വ്യത്യാസമനുസരിച്ച് ഫലങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ അറിവ് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.